നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ നേച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മനുഷ്യർ ഉള്ളിടത്തോളം കാലം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ്സ് ഹ്യൂമൻ പെർസ്യൂട്ട് എക്സിസ്റ്റ്, there exists management. Without effective management, the intention of the organization cannot be accomplished. അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഇല്ല എങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെയും ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്. നെക്സ്റ്റ് വൺ ആണ് ഗോൾ ഓറിയൻറ്റഡ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. അതായത് ഓരോ ഓർഗനൈസേഷനും അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യം. The most significant aim of all management is to achieve the organization goal. The goal must be practical and reachable. പ്രാക്ടിക്കൽ ആൻഡ് റീച്ചബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ അവരുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളായിരിക്കണം. ഒരു ഓർഗനൈസേഷൻ വിചാരിക്കുകയാണ് വിത്തിൻ ഒരു 10 വർഷം കൊണ്ട് അവരുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ 10 കോടിയിലേക്കോ അല്ലെങ്കിൽ 20 കോടിയിലേക്കോ എത്താൻ സെറ്റ് ചെയ്യാണ്. എന്നാൽ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു ഓർഗനൈസേഷൻ വിചാരിക്കുകയാണ്, ചെറിയ മീഡിയം ടേം ഓർഗനൈസേഷൻ വിചാരിക്കുകയാണ് അവരുടെ ഒരു 10 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒരു 200 കോടിയോ 300 കോടിയോ രൂപ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കലി റീച്ചബിൾ ആയിട്ടുള്ള സംഭവമല്ല. അതിനെയാണ് ഇവിടെ പറയുന്നത്. അതായത് അവരുടെ ഗോൾ പ്രാക്ടിക്കലായിരിക്കണം, അത് റീച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ന് സാരം. നെക്സ്റ്റ് വൺ ആണ് കോർഡിനേറ്റിംഗ് ഫോഴ്സ്. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവലിലുള്ള അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റാഫ് ആവട്ടെ, വർക്കേഴ്സ് ആവട്ടെ, മാനേജ്മെൻ്റ് ആവട്ടെ, മറ്റ് പലതരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കും. അത് എല്ലാത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സസ്, ലാൻഡ്, അതുപോലെ തന്നെ ബിൽഡിങ്, മെഷീനറി പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹ്യൂമൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. മാനേജറെ നമുക്ക് തൊടാനോ കാണാനോ പറ്റും. നമ്മുടെ ഒരു ബിസിനസ്സിൽ ഓർഗനൈസേഷനിലുള്ള മാനേജർ എന്ന് പറയുന്ന മനുഷ്യനെ, നമുക്കൊരു വ്യക്തിയെ കാണാൻ പറ്റും. എന്നാൽ അവരുടെ മാനേജ്മെൻറ്റിനെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ അതിനെ തൊട്ടു നോക്കാനോ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വി കനോട്ട് ടച്ച് ഓർ സീ മാനേജ്മെൻറ്റ് എന്നാണ്. അതാണ് ഇൻടാഞ്ചിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക്. എന്താണ് മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ലെവലിൽ പല തരത്തിൽ എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഫാക്ടേഴ്സിന് വിധേയമായിക്കൊണ്ട് അവരുടെ എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യും. അതായത് it helped organization to change as per changes in the business environment due to the economic, political, social, technological and ലീഗൽ ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സിനൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടും. ഇത് മാനേജ്മെൻറ്റ് ഫിക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒന്നല്ല എന്നാണ് പറയുന്നത്. ഇത്തരം ഫാക്ടേഴ്സിന് അനുബന്ധിച്ചുകൊണ്ട് അതൊരു പുതിയതായിട്ടൊരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ടുള്ളൊരു ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോൾ അതിനെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളത് ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആക്കിക്കൊണ്ട് അതിനെ മാറ്റുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല അല്ലെങ്കിൽ ഒരു മാനേജറുടെ ആക്ടിവിറ്റി അല്ല. അത് ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് ആവാം, അവരുമായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആവാം, സ്റ്റാഫുകളാകാം, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ആവാം, ഒരു ബിസിനസ്സിൻ്റെ ഡയറക്ടർമാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആവാം. ഇതിനെ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് implies that it's not a single person who complete all the actions on industry, but it's always a group of people. Their management is a group endeavor എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ 1 യൂണിവേഴ്സൽ പ്രോസസ്സാണ്, 2 ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്, 3 കോർഡിനേറ്റിംഗ് ഓഫ് ഫോഴ്സസ് ആണ്, 4 ഇൻടാഞ്ചിബിൾ ആണ്, തൊട്ട് നോക്കാൻ പറ്റാത്തതാണ്, 5 മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, ആൻഡ് ലാസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്.